Hi friends, this is a pixel based comparison. I ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എൻ്റെ DSLR ക്യാമറയാണ്. DSLR ക്യാമറ അതായത് ഞാൻ യൂസ് ചെയ്യുന്നത് Canon M50 എന്ന് പറഞ്ഞ DSLR ക്യാമറയാണ്. അതൊരു വ്ളോഗിങ്ങിനൊക്കെ പറ്റിയ പെർഫെക്റ്റ് ക്യാമറയാണ്. വളരെ ചെറിയ സൈസാണ്. അതിൻ്റെ സെൻസർ സൈസ് അതായത് ക്യാമറ വരുന്നത് 21 മെഗാ പിക്സലാണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ വരുന്നത് 64 മെഗാ പിക്സലാണ്. അപ്പോൾ ഇതൊരു കമ്പാരിസൺ ആണ്. അതായത് DSLR വേഴ്സസ് സ്മാർട്ട് ഫോൺ അല്ല, പിക്സൽ കമ്പാരിസൺ ആണ്. അതായത് കൂടുതൽ പിക്സൽസിൻ്റെ അർത്ഥം കൂടുതൽ ക്ലാരിറ്റിയുള്ള ഇമേജ് ലഭിക്കുമോ, അതായത് 21 മെഗാ പിക്സൽ versus 64 megapixel. So guys, without wasting any time, let's get started. First നമുക്ക് ഇമേജിൻ്റെ റെസൊല്യൂഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, എന്തുകൊണ്ടാണ് Canon M50, അതായത് ആ ചെറിയ ഇമേജാണ് Canon M50, അതായത് സൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ Redmi Note 8 Proയിനേക്കാളും വളരെ ചെറുതാണ് Canonലെടുത്ത ഇമേജ്. അതിന് കാരണമുണ്ട്. പൊതുവെ എല്ലാവർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്, അതായത് ഒരു DSLR അല്ലെങ്കിൽ ഒരു മിറർലെസ് ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് സൈസ് കൂടുതലായിരിക്കുന്നുള്ളത്. ഫയൽ സൈസ് അല്ല, റെസൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. പക്ഷേ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ Canon, അതായത് Canonലെടുത്ത ഫോട്ടോൻ്റെ റെസൊല്യൂഷൻ വളരെ ചെറുതാണ് Note 8 Proയിലെടുത്ത ഫോട്ടോയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതിന് കാരണം മെഗാ പിക്സലാണ്. കാരണം Note 8 Proയിൽ 64 മെഗാ പിക്സൽ വരുന്നുണ്ട്. Canonൽ ഞാൻ നേരത്തെ പറഞ്ഞു 21 സോറി ഗൈസ്, 21 അല്ല 24 മെഗാ പിക്സലാണ്. അപ്പോൾ 24 മെഗാ പിക്സൽ വേഴ്സസ് 64 മെഗാ പിക്സൽ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ഇമേജ് റെസൊല്യൂഷൻ്റെ സൈസ് ഡിഫറൻസ് കാണിക്കുന്നത്. ഈ ഒരു ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിയർ ആണ്, ബെറ്റർ ഇമേജ് കിട്ടിയത് Canon M50ലാണ്. അതിന് കാരണം ബെറ്റർ ഡൈനാമിക് റേഞ്ചാണ്. നമ്മൾ ഇപ്പോൾ Note 8 Proയിലെ ഫോട്ടോ നോക്കുകയാണെങ്കിൽ കളർ സാച്ചുറേറ്റഡ് ആണ്, കളറ് Canon നോക്കുകയാണെങ്കിൽ ട്രൂ കളേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് വിന്നർ Canon M50 ആണ്. ഇപ്പോൾ Canon M50ൽ മെഗാ പിക്സൽ കുറവാണെങ്കിലും ഡൈനാമിക് റേഞ്ച് ബെറ്റർ Canon M50ക്കകത്താണ്. ആക്ച്വലി ഈ ഫോട്ടോ ഞാൻ എടുത്തത് എന്താണ് ഡൈനാമിക് റേഞ്ച് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ Note 8 Proയാണ് ഇതിനകത്ത് ക്ലിയർ വിന്നർ, കാരണം കുറച്ച് ബ്രൈറ്റ് ഇമേജ് തരുന്നത് Note 8 Proയിലാണ്. ഇവിടെ നമുക്ക് ക്ലിയർ ആണ്. ഈ ഫോട്ടോ സൂം ചെയ്തപ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ ഡൈനാമിക് റേഞ്ചിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്, ഇമേജിൻ്റെ ബ്രൈറ്റ്നെസ്സിൻ്റെ കേസിലല്ല. ഇവിടെ വിന്നർ Canon M50 ആണ്, കാരണം ബെറ്റർ ഡൈനാമിക് റേഞ്ച്. എന്താണ് ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന സിറ്റുവേഷനിൽ ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയകൾ കാണാം, അതായത് ഒത്തിരി ലൈറ്റുള്ള ഏരിയകൾ കാണാം, ഒത്തിരി ഡാർക്കായിട്ടുള്ള ഏരിയകൾ കാണാം. അപ്പോൾ എത്രമാത്രം ആ ഒരു ലൈറ്റ് അബ്സോർബ് ചെയ്ത് ഡീറ്റെയിൽസ്, അതായത് ഫോട്ടോസിൻ്റെ ഡീറ്റെയിൽസ് പോകാതെ ഇമേജ് ജനറേറ്റ് ചെയ്യണം, അതിനെ റാങ്ക് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് ഡൈനാമിക് റേഞ്ച്. ബെറ്റർ ഡൈനാമിക് റേഞ്ച് എന്നതിനർത്ഥം ഒത്തിരി ഓവർ എക്സ്പോഷർ അല്ലാത്ത വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വിന്നർ Canon M50 ആണ്. അതിൻ്റെ കാരണം Canon M50ക്കകത്തുള്ള ലാർജ് സെൻസറാണ്. ഈ ഫോട്ടോ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആണ്, കുറച്ചുകൂടി നാച്ചുറൽ കളേഴ്സ് ഉള്ളത് Canonൽ തന്നെയാണ്. Note 8 Pro കുറച്ചുകൂടി അതായത് കളർ സാച്ചുറേറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ചല്ല ഒത്തിരി സാച്ചുറേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രീനൊക്കെ വളരെ കുറച്ചും കൂടി കൂട്ടുന്നുണ്ട്. അതായത് ഗ്രീന് ശരിക്കും ഡാർക്ക് ഗ്രീൻ ആയിട്ടാണ് കാണിക്കുന്നത്, വൈറ്റിനെ കുറച്ച് ഡാർക്കായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി ഡീറ്റെയിൽ അതായത് ഫോട്ടോസിലെ ഡീറ്റെയിൽസ് എനിക്ക് തോന്നിയത് Redmi Note 8 Proയിലാണ്. കാരണം ആ ഒരു ഇലയുടെ ഒരു ചെറിയ വരകളും ആ ഇലയിലുള്ള ചെറിയ ചെറിയ കളറുകളും ചെറിയ കുത്തുകളൊക്കെ ശരിക്കും കാണാൻ സാധിക്കുന്നത് Note 8 Proയിലാണ്. പക്ഷേ കളറ് കുറച്ച് സാച്ചുറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോട്ടോയിൽ ക്ലിയർ ആണ് കളർ സാച്ചുറേഷൻ മാത്രമേ ഈ രണ്ട് ഫോട്ടോയിലും പ്രശ്നമുള്ളൂ. അതായത് Canonൽ നമുക്ക് ട്രൂ കളേഴ്സാണ് കിട്ടുന്നത്, Note 8 Proയിൽ കളർ കുറച്ച് സാച്ചുറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ട് ഫോട്ടോയും ഓക്കെയാണ് രണ്ടും. അതായത് Canon നമുക്ക് DSLR ക്യാമറയാണ് Canon M50, Note 8 Pro ഒരു സ്മാർട്ട് ഫോണാണ്, അതിൽ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്, ചെറിയ സെൻസറാണ്. കളർ സാച്ചുറേറ്റ് ചെയ്യുന്നത് അതിൻ്റേതായ പർപ്പസ് ഉണ്ട്, കാരണം കുറച്ചൊന്ന് ബ്യൂട്ടിഫൈ ചെയ്താലേ ഫോട്ടോസ് കുറച്ച് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ ഫോണിൽ. അതുകൊണ്ടാണ് ഈ ഒരു കളർ ബ്യൂട്ടിഫിക്കേഷൻ റെഡ്മി ചെയ്യുന്നത്. ഈ ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വലിയ ചേഞ്ച് ഒന്നും തോന്നത്തില്ല. രണ്ട് ക്യാമറയും പെർഫെക്റ്റ് ആയിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഫോട്ടോ കുറച്ച് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്ലിയർ ആണ്, Canon M50 ആണ് ഇവിടെ ക്ലിയർ വിന്നർ. കാരണം ഇമേജ് വളരെയധികം പിക്സലേറ്റ് ചെയ്യുന്നുണ്ട് Note 8 Proയിൽ, ഈവൻ 64 മെഗാ പിക്സൽ ആണെങ്കിൽ കൂടി. ഈ ഒരു സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ ഇതിനകത്ത് സബ്ജക്റ്റ് വരുന്നത് ഒരു കീച്ചെയിനാണ്, റെഡ് കളർ കീച്ചെയിൻ. കുറച്ച് കളർ സാച്ചുറേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് Note 8 Proയിൽ കളർ സാച്ചുറേഷൻ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ക്രിസ്പ്, അതായത് സബ്ജക്റ്റ് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടും കുറച്ചുകൂടി ക്രിസ്പായിട്ട് തോന്നിയത് Note 8 Proയിലാണ്. ഈ ഫോട്ടോ തന്നെ കുറച്ച് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയും എനിക്ക് തോന്നിയത് Note 8 Proയിലാണ്. കാരണം ആര്യഭംഗി ഹോണ്ട എന്ന് എഴുതിയേക്കുന്നതൊക്കെ കുറച്ചും കൂടി റീഡബിൾ Note 8 Proയിൽ തന്നെയാണ്.
ഈ ഒരു ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും കളർ സാച്ചുറേഷൻ ശരിക്കും യൂസ്ഫുൾ ആവുന്ന സിനാരിയോണിത്. ഇതിപ്പോൾ കാനോൺ M50 ട്രൂ കളർ ഇമേജാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നോട്ട് 8 പ്രോയ്ക്കകത്ത് വരുമ്പോൾ കുറച്ച് ഭംഗി വരാനുള്ള കാരണം ആ ഒരു കളർ സാച്ചുറേഷനാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു കളർ സാച്ചുറേഷൻ ശരിക്കും സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ ഒത്തിരി ഇതിപ്പോൾ വളരെ ലൈറ്റ് കൂടി, അതായത് ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഒത്തിരി സൺലൈറ്റ്, അതായത് ലൈറ്റിൻ്റെ പ്രസൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇതിനകത്ത് വിന്നർ എന്ന് പറഞ്ഞാൽ നോട്ട് 8 പ്രോയാണ്. എനിക്കിഷ്ടപ്പെട്ട ഫോട്ടോ നോട്ട് 8 പ്രോയിലാണ്. ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോയിൽ ക്ലിയർ ആണ്. കനോൺ തന്നെയാണ് ഇതിനകത്ത് വിന്നർ. എനിക്കിഷ്ടമായത് കനോണിലാണ്. കാരണം നോട്ട് 8 പ്രോയിൽ കുറച്ച് കളറ് സാച്ചുറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സെയിം ഫോട്ടോ തന്നെ കുറച്ചൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ് കനോണിനകത്ത്. കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട് ഫോട്ടോയ്ക്കകത്ത്. നോട്ട് 8 പ്രോയിൽ വളരെ അധികം പിക്സലേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോട്ടോ. ഫൈനൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. എന്തുകൊണ്ടാണ് കാനോൺ M50 മച്ച് ബെറ്റർ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? മെഗാപിക്സൽസ് കുറഞ്ഞിട്ടും. അതിൻ്റെ കാരണം കാനോൺ M50 വരുന്ന സെൻസർ, ഇമേജ് സെൻസറിൻ്റെ സൈസാണ്. ഇപ്പോൾ നമ്മൾ നോട്ട് 8 പ്രോ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാനോൺ M50 ഇമേജ് സെൻസർ വളരെ വലുതാണ്. നോട്ട് 8 പ്രോയ്ക്കകത്ത് വരുന്നത് സാംസങ്ങിൻ്റെ GW1 എന്ന് പറഞ്ഞ സെൻസറാണ്. നമുക്ക് മൊബൈൽ ഡിവൈസിൽ സെൻസർ, അതായത് ക്യാമറ സെൻസറിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ചെറിയ സ്പേസിൽ ഒതുങ്ങിയിരിക്കണം, അതിനനുസരിച്ച് ചെറിയ സൈസായിരിക്കണം സെൻസർ. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് മൊബൈൽ സെൻസറുകൾ, അതായത് ക്യാമറ സെൻസറുകൾ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മച്ച് ബെറ്റർ ഇമേജ് കാനോൺ M50 പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. കാനോൺ M50 വരുന്നത് ഡിജിക്കേറ്റ് എന്ന് പറയുന്ന വളരെ ലാർജ് സെൻസറാണ്. കൂടുതൽ ലാർജ് സെൻസർ എന്തുകൊണ്ടാണ് കൂടുതൽ നല്ല ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ, വലിയ ഇമേജ് ലാർജ് സെൻസറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ലൈറ്റ് ആ സെൻസറിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇമേജ്, അതായത് നമ്മുടെ ലൈറ്റ് ലെൻസിലൂടെ കടന്ന് സെൻസറിലേക്ക് എത്തി, സെൻസറാണ് അതിന് ഓരോ ഇൻഡിവിജ്വൽ പിക്സൽസിൻ്റെയും കളറ് പ്രൊഡ്യൂസ് ചെയ്ത് അതൊരു ഫൈനൽ ഇമേജ് ആയിട്ട് ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ ലാർജ് സെൻസർ എന്ന് പറയുന്നത് കൂടുതൽ ലൈറ്റ് സെൻസറിലേക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് കൂടുതൽ സറൗണ്ടിങ്സിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു ഇമേജ് സെൻസറിന് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് മെഗാപിക്സൽസ് കുറഞ്ഞിട്ടും കാനോൺ M50 മച്ച് ബെറ്റർ ഇമേജ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ. ഇതൊരു മെഗാപിക്സൽ കമ്പാരിസൺ മാത്രമാണ്, 24 മെഗാപിക്സൽ വെസസ് 64 മെഗാപിക്സൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇന്നെല്ലാവർക്കും ഒരു കിടിലൻ ദിവസമായിരിക്കട്ടെ.